നാളെ ഉമ്മ വരും. അപ്പൊ പോണ്ടേ, വീട്ടിലേക്ക് പോണ്ടേ? ശരിയാക്കാനോടക്കും പോണം. എന്നിട്ട് പോയിട്ട് പേരൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും, കൊതിയാവണു. എന്നിട്ട് പോയിട്ടൊരു കളി കളിക്കണം വീട്ടിൽ അല്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല 9 ലൈറ്റ് ഓഫ് ആയി കിടന്നുറങ്ങാൻ. എത്ര അടിയിട്ടാൽ നിങ്ങളൊന്നും നന്നാവില്ല. എണീക്കടാ, സാറില്ലടാ, വേദനിച്ചു. നമ്മക്കാരില്ല എന്റെ അല്ലേ. ഞമ്മളെടുത്തോലെ കളി. ഓടിക്കോ, നമുക്ക് വീട്ടിൽ പോവാ. കേറ്. വാ, നമുക്ക് ഉമ്മാന്റെ അടുത്ത് പോവാ. ചാടിക്കോ. വാ, ഇതിലെ പോവാ, വീട്ടിൽ പോവാ. വാ. ഉറങ്ങിയാവോ? എന്തൊരു ശബ്ദം. ഇപ്പൊ എങ്ങും പോവാനൊന്നുമില്ലല്ലോ. പുടുക്കും പോകല്ല, അഞ്ചൊപ്പം തന്നെയാണ്. കഴിക്കുന്നേ കഴിക്കാണ്. ആദ്യം വെള്ളം നല്ല കുടിക്കട്ടെ. ഞാൻ വരുന്നു. കഴിക്കും. ആ കൂട്ടാനൊക്കെ നിർത്തുന്നു. നമ്മളുണ്ടാക്കണ മീൻകറി നിനക്ക് പെരുത്തി ഇഷ്ടല്ലേ? പിന്നെന്താ കഴിക്കട്ടെ? മീൻകറിന്റെ എന്തേ എരു കൂടിയാ? എരുവാണല്ലോ, എരുവിന്റെ അല്ലേ. എന്താ അപ്പങ്ങള് നിങ്ങൾക്ക് എണീറ്റടക്കാൻ പറ്റാത്ത ഈ അവസ്ഥയില് പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് നിസ്കരിക്കണ്? അതൊന്നും സാരല്ല മോനെ. നിങ്ങളെപ്പോലുള്ളവർക്ക് പടച്ചോൻ നിസ്കാരത്തിന് ഇളവ് വന്നിട്ടില്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ അടങ്ങാറാണ്? അത് നോക്കണ്ട, വയസ്സാവുമ്പോ അങ്ങനെ ഒക്കെ ഉണ്ടാവും. എന്നാലും ഇന്നെ നോക്കാൻ എൻ്റെ മോൻ കണ്ണും പൂട്ടാതെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, അത് മതി. കുഞ്ഞോളെ, കുഞ്ഞോളെ, ഞാൻ അവിടെ ഉണ്ട്. ഓൾ അടുക്കളയിൽ ചായ ഉണ്ടാക്കി. എന്താ വിളിച്ചേ? ജോന് വേഗം ചായ ഉണ്ടാക്കി കൊടുക്ക്. ഇപ്പൊ തന്നെ സമയം 6 മാർക്കറ്റിൽ ലോഡ് എത്തി തുടങ്ങിയിട്ടുണ്ടാവും. അതിന് ചായ എപ്പോഴേ റെഡി? വായിക്കാക്ക. ഓളമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഓക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലേ.
പഠിച്ചോനെ എന്റെ കുട്ടിന്റെ പഠിപ്പ് മുടങ്ങാതിരുന്നാ മതി. ഇപ്പൊ ഓരോന്ന് ആലോചിച്ച് അസുഖം കൂട്ടും. എൻ്റെ ഉമ്മാനെയും എൻ്റെ ചെറിയ ആങ്ങളിനെയും പഠിച്ചോ നേരത്തെ വിളിച്ച്. ഒക്കെ വിധിയാന്ന് കരുതിയാ മതി. അല്ലെങ്കിലും പടച്ചോൻ വിധിച്ചത് പടപ്പൊക്കെ തടുക്കാൻ കഴിയില്ലല്ലോ. കുഞ്ഞോളെ, അനക്ക് പറ്റിയൊരു പുതിയാപ്പളിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കാക്കപ്പ ചായ കുടിക്കണ്ടോ? അതിപ്പോ തണുക്കട വരെ നിങ്ങൾ എനിക്ക് പുതിയാപ്പിളനെ തരും. തൽക്കാലം ഞാൻ ഉപ്പാനും കാക്കാനും വിട്ട് എവിടേക്കും പോണില്ല. അത് ശരി. അപ്പൊ എനിക്ക് കുട്ടികളും മക്കളൊന്നും വേണ്ട. വേണ്ട. എന്താ ആളെ കുപ്പിയിലാക്കിയ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയോടാ. ഞാനാളെ വന്ന് അടിക്കടാ. പുറത്തേക്ക് ഇറങ്ങിയോടാ. പുറത്തേക്ക് വന്ന ജന്ത കാട്ട മുരളിയെ ഇതിന്റെ അടുത്തുനിന്ന് വാങ്ങും. പോയി മോര് കുടിച്ചോ, അല്ലെങ്കിൽ തടി കേടാവും. പകൽ രാവിലെ തന്നെ കള്ള് വലിച്ചേറ്റിക്കണ്. മനസ്സിനെ മെനക്കെടുത്താം. ഇങ്ങോട്ട് പോടാ. മോരിക്ക് പുല്ലാടാ പുല്ല്. ഇത് തൊളിച്ചപ്പോ നല്ല വലിപ്പുണ്ടായിരുന്നല്ലോ, ഇപ്പൊ അതെങ്ങനെ ചെറുതായി? അത് ശരി. എന്താ ആളെ കുപ്പിയിലാക്കുക? മുരളിച്ച് ഇവിടുന്ന് പോണ്ടോ? പോയി 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ നോക്ക്. കള്ളുടിച്ചാണ്ട് രാവിലെ വന്ന് അലമ്പുണ്ടാക്കാൻ നിൽക്കാണ് ഇവിടെ. മുരളിയുടെ കളി സാധാരണ ശരിക്കാ. മലപ്പുറത്ത് ജീപ്പും ലോറും കൂട്ടിടിച്ച് 2 മരണം. മഞ്ചേരി ആണെങ്കിൽ പരപ്പനങ്ങാടി നിന്ന മീൻ ലോറായിട്ട് ഇടിച്ചിട്ട് 2 മരണം. എവിടെ നോക്കിയാലും ജീപ്പും ആക്സിഡന്റ്. ഇതങ്ങോട്ട് കുടിച്ചാട് നിങ്ങള്. എന്ത് ചായടത്? ഇതാക്കാ എടുത്തോ. നമുക്കൊരു ചായ കഴിഞ്ഞിങ്ങണല്ലോ. നല്ല ചൂടുള്ള പഴംപൊരി ഉണ്ട്, എടുക്കട്ടെ? പഴംപൊരിയാണ് പഴംപൊരി, ബാങ്ക് കൊണ്ടാ. ആ മൊയ്തുക്ക, ഇതാ പാല്. ഇന്ന് 2 ഗ്ലാസ് കുറവുണ്ട് കേട്ടോ. അല്ല, എന്താപ്പ അങ്ങനെ? അല്ലെങ്കിൽ തന്നെ ഈ 10 ഗ്ലാസ് തികച്ചെന്ന ദിവസം ഉണ്ടോ? ഇത് തന്നെ കിട്ടാനില്ല. ഇങ്ങോട്ട് തരിപ്പാ. എന്നാ ഇതാണ് കൊണ്ടുവച്ചളാ. എങ്ങനെ തേച്ചുണ്ടാകാനാ മൊയ്തുക്ക? ഓക്ക് നിങ്ങക്ക് മാത്രം പാല് തന്നാ പോരല്ലോ. ഉള്ളിൽ തന്നെ ഓള് വെള്ളം ചേർത്തന്നെ നോയിക്കോളി. അതന്നെ നിങ്ങളെ കുപ്പി ഇങ്ങോട്ട് തന്നാളി. കുപ്പി അവിടെ വെക്കാതെ ഓക്ക് കൊടുക്ക്. എത്തിയല്ലോ നമ്മളെ നായകൻ. കൊടുത്തളി. മൻസൂറെ, മുഖത്ത് ആ പാലങ്ങോട്ട് തുടച്ചാളാ. കരീംകാ പൂമകൾ സെലീന ആരംഭിക്കുകയായി. സുഹൃത്തുക്കളെ, ബാപ്പുകയുടെ അത്ഭുത പ്രകടനങ്ങൾ ആരംഭിക്കുകയായി. കടന്നു വരൂ, കടന്നു വരൂ. 5 രൂപ കൊടുത്താൽ 10 രൂപയിലധികമുള്ള പ്രകടനങ്ങൾ കാണാം. കടന്നു വരൂ സുഹൃത്തുക്കളെ, കടന്നു വരൂ. ഇതാ ഒരു അത്ഭുത മനുഷ്യന്റെ പ്രകടനം. കടന്നു വരൂ സുഹൃത്തുക്കളെ. ചെറിയ ലോകം വലിയ മനുഷ്യരെയും കമൽഹാസനവിലും പെരയും പറമ്പും വാങ്ങാനല്ല, ബാപ്പുവിന് ഒരു നേരത്തെ ആഹാരത്തിനും വേണ്ടിയിട്ടാണ് ഈ പെടാ. മടിക്കണ സുഹൃത്തുക്കളെ, സംഭാവനകൾ നൽകിക്കോളൂ. ഇത് അടുത്ത ഐറ്റവുമായി ബാപ്പുക വീണ്ടും നിങ്ങളുടെ മുന്നിൽ കണ്ണീരിൽ മുങ്ങി. സഹായിക്ക്, വല്ലതും സഹായിച്ചു കൊടുക്കി. ഒന്ന് സഹായിച്ചു കൊടുക്കി. മടുത്തു മൻസൂറെ, ഒക്കെ മടുത്തു. വേറൊരു പണി ഈ വാപ്പാക്ക് പഠിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഈ കുരുത്തം കെട്ട പണിക്ക് വരുന്നത്. ഒന്ന് മാറിക്കേ. ഓള് കൊണ്ടുപോയി വിൽക്കണ 10 ഗ്ലാസ് പാലിന്റെ കായ് കൊണ്ട് പൊര പോറ്റാൻ കഴിയോ? അതോളെ പഠിപ്പിന് തന്നെ തികയണില്ല. ഞാൻ ഇവിടെ ഉണ്ട്, ഒക്കെ നിർത്തക്കട്ടെ. ബാപ്പു, ഞാൻ പോട്ടെ. ആയിക്കോട്ടെ, ശരി. ശരിയേ, ഇങ്ങോട്ട് നിന്നാ ആകെ ജയിലിൽ എടുത്തോളൂ. കുഞ്ഞോളെ, ലേശം പച്ചക്കറിയാ. നല്ല മീനൊന്നും കിട്ടിയില്ല, കോരയാ കിട്ടിയേ. മീൻകാരിപ്പം സമരം തുടങ്ങിക്കണ്. അത് പോത്തിറച്ചിക്ക് വില കൂടി തന്നെ ഹുങ്ക. ഇപ്പൊ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, കാക്ക വരട്ടെന്ന് പറഞ്ഞിരിക്കുക. അല്ലെങ്കിലും ഉപ്പാക്ക് ചോറിറങ്ങണിയിൽ പൊന്നാര കാക്ക മുന്നിൽ വേണല്ലോ. ദേഷ്യം പിടിച്ച ഇക്കാക്കാന്റെ കുട്ടനെ കാണാൻ നല്ല ചേല. അങ്ങനെ സോപ്പിടണ്ട, വെള്ളം ഒന്ന് തിന്നാൻ നോക്കി.
എന്നാലേ ഈ പാക്ക് ലക്ഷം കഞ്ഞെടുത്തോ. മൻസൂരേ, എന്താപ്പാ? എന്താ മക്കളെ നിങ്ങൾ തമ്മിൽ ഒരു കലപില? ഓക്കൊരു പുതിയാപ്പളിനെ കണ്ടുവച്ച കാര്യം പറഞ്ഞതാ. നിങ്ങൾ എനിക്കിപ്പോ മാപ്പിളനെ ഉണ്ടാക്കണ്ട. പിന്നെ ഈ പോരറിഞ്ഞിരിക്കാൻ പോവാ. പനുക്കാക്കാനെ വിട്ട് എനിക്ക് അങ്ങോട്ട് പോകണ്ട. ഇതാ പറഞ്ഞ് അപ്പോഴത്തിന് ഓള് കരഞ്ഞ്. എന്നാ അന്റെ ട്യൂഷൻ ഫീസ് വായിക്കാം, വായിക്കാം. നാളെ കൊടുത്തോണ്ടി. പിന്നെ ആ പൊതിയില് ഇപ്പാന്റെ മരുന്നുണ്ട്, ഈ അതും കൊണ്ട് എടുത്താ. ചെല്ലു മോനെ. ആ, മോനെ, ഈ മരുന്നും കുപ്പിടി ഒന്നും ഇനി വേണ്ട. അന്റെയും കുഞ്ഞോളി കാര്യം ഓർത്താ സങ്കടം. ഇപ്പൊ ഓരോന്ന് ആലോചിച്ച് തല പുണ്ണാക്കും. പിന്നെ എങ്ങനെയാ ഇപ്പൊ നിങ്ങളെ സൂക്കേട് മാറുക? ഓക്ക് നല്ല മുഞ്ചുള്ളൊരു ചെക്കൻ, എനക്ക് നല്ലൊരു പെണ്ണ്, അത് കഴിഞ്ഞിട്ട് മരിച്ചാ മതി എന്നാ ഇന്റെ പിന്നെ ആഗ്രഹം. ഇക്കാക്കുള്ള പെണ്ണിനെ നിങ്ങളാരും തരണ്ട. ആ മൂപ്പരെന്നെ കണ്ടുവച്ചിട്ടുണ്ട്. നിക്കടി അവിടെ, ആനക്ക് ഞാൻ കാണിച്ചാ. നിക്കടി അവിടെ. കടന്നു വരൂ, കടന്നു വരൂ. ഇതാ സാഹസിക പ്രകടനങ്ങൾ കാണാം. 2 ഗ്ലാസ് പാലിന് 1 കോഴിമുട്ട ഫ്രീ. നിക്കടി, നിക്കടി അവിടെ. എങ്ങനെയാണ് എന്റെ ചോറ് പറഞ്ഞ ഈ മുള്ളിനോട് കളി? മൻസൂരേ, മൻസൂരേ, എന്തേപ്പാ? മോനെ, വേണുവിന്റെ വീട്ടിൽ നിന്നാണ് എന്തോ കലബില കേൾക്കുന്നത്. നീ ഒന്ന് പോയി നോക്കിയാ. അതാ മുരളി വെള്ളടിച്ച് ബഹളം ഉണ്ടാക്കാവൂ. ആയിക്കോട്ടെ, നീ ഒന്ന് പോയി നോക്ക്. നിങ്ങളിപ്പോ അങ്ങോട്ട് പോണ്ട. പിന്നെ ഇവിടെ വന്നാ ഓന്റെ പുകില് നായിന്റെ വാൽ എത്ര നിർത്തിയാൽ നീരൂലല്ലോ. നീ പോയി നോക്ക് മോനെ. വേണ്ട കാക്ക. മുരളിയെ, മുരളിയെ വിട്. എന്താ ഈ കാണിക്കുന്നത്? എന്താ സുമതി പ്രശ്നം? ചോറാറ് തിന്ന് കുറച്ചൊന്നും പറഞ്ഞുള്ള കച്ചറയാ. കറിയിൽ ഉപ്പില്ലാത്തതിന് അടിയും തുടങ്ങി. ആരാ ഓന്റെ ചോറെടുത്ത്? മൂപ്പരെന്നെ, അല്ലാതെ ആര് തിന്നാനാ? അത് പിന്നെ ഓന്റെ പതിവാണല്ലോ. കള്ളു തലയിൽ കയറിയാ ഓൻ തിന്നത് ഓനെന്നെ ഓർമ്മ ഉണ്ടാവില്ല. ഓന് വല്ല ബോധവും വേണ്ടേ? ബോധം കള്ളു കുടിച്ചു വന്ന് കെട്ടോളി മക്കളെയും തല്ലണേ വലിയ വിളവൊന്നല്ല മുരളിയെ. ആൺകുട്ടികളുടെ അടി കിട്ടാത്ത കേടാ എനിക്ക്. അന്റെ കുടി കൊണ്ട് അയലോകത്തുള്ളവർക്കൊന്നും ഒരു സ്വൈര്യമല്ല. തല്ലി കൊന്നോളി ഓനെ, എന്നാ ബാക്കിയുള്ളവർക്കെങ്കിലും സ്വൈര്യം ഉണ്ടാവുമല്ലോ. അതിന് ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓന് കള്ളു വാങ്ങിക്കൊടുക്കണ ആ കറുപ്പ മൂസിനെ പറഞ്ഞാ മതി. ഇന്നെ മയ്യത്ത് മാർക്കറ്റിൽ നീ അടുക്കും കാണിച്ചു കൊടുക്കാൻ. ആരെയും നോക്കുന്നുണ്ടോ? കവാസാക്കി കവാസാക്കി എവിടെ വെച്ച്? അത് നാസാക്കി കസാക്കിൻ്റെ കവാസാക്കി കവാസാക്കി അത്
ആരും കണ്ടിട്ടില്ല തോന്നുന്നു. കുട്ടികളോടെ പോയി കുട്ടികളെ കുറിച്ച് വല്ല വിചാരമുണ്ടോ? ഇന്നെങ്കിലും ഒന്ന് കുടിക്കാതെ വന്നോളി. കുട്ടികളൊക്കെ വലുതായില്ലേ? നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിക്ക് നിങ്ങളെ കുടി. എന്നിട്ടും ഒരു കുറവില്ല മനുഷ്യങ്ങൾക്ക്. നിർത്തി സുമതി, ഇന്നത്തോടെ നിർത്തി. ഇനി ഞാൻ കുടിക്കൂല. കുടിക്കാതെ വന്നാ അങ്ങക്ക് നല്ല. ഇന്നിപ്പോൾ ആരും കാണില്ലല്ലോ. ഈ ചെറുക്കന്മാരെന്താ വലുതാത്? ഇവരൊക്കെ വലുതായി നമുക്ക് 10 ഉറുപ്പ്യ ഉണ്ടാക്കാം. ഇനി അങ്ങനെ അങ്ങോട്ട് പോയാലോ? നല്ല ഒന്നാം സാധനമുണ്ട്. വായൂരിന്ന് കൊടുന്ന് മാറ്റാ. നല്ല അസല് സ്വയംഭം സാധന. ഒറ്റ ഒന്നും കിട്ടാൽ മതി. സ്വർഗത്തേക്ക് ഫ്രീ ആയിട്ട് പോവാം. ഈ സാധനമാണ് ബാറായ ബാറൂക്ക് മുഴുവൻ കൊണ്ടുപോണത്. ഇതൊന്ന് ഇട്ട് നോക്കിയാ. എനിക്ക് വേണ്ട മോസേ, ഞാൻ സുമതിക്ക് വാക്ക് കൊടുത്താ നീ കുടിക്കൂല. എനിക്ക് വേണ്ട. ഇജ്ജ് ഇതൊന്ന് കുടിച്ചു നോക്കിയാ. നല്ല സൂപ്പർ സാധന. കൊടി മുരളിയേ. എത്രയൊക്കെ വേണ്ട? എന്തേലും തന്നാ മതി. ഇവിടെ അതും കൂടി കാട്ടിക്ക. മൂസിയാണ് ഇവനോട് എത്ര പറഞ്ഞാൽ മേലെ തന്നെ ഈ പരിസ്ഥിതി കണ്ട കൈ കൊല്ലാൻ തല്ലു കേട്ടോ. അന്നോടും കൂടിയായി പറയണേ. നല്ലോണം ഓർത്തുണ്ടാ എനിക്ക്. കജിലെ കായും കൊടുത്ത് കാളിലും കുടിച്ച് കണ്ടാക്കി എന്താന്നല്ലോ കെട്ടിയോട് കാട്ടിയ പുകില്. ഓ നയിക്കണ പൈസ മുഴുവൻ ആ നായി കീസിലാക്കും. എന്നിട്ടുണ്ടോ പഠിക്കണ്? എക്സ്ക്യൂസ് മീ, ഇതെടുത്തപ്പോൾ നല്ല വെളുപ്പുണ്ടായിരുന്നല്ലോ, പിന്നെ ഇതെങ്ങനെ ചെറുതായി? ഓനോട് ഇനി എന്ത് പറഞ്ഞാലും വാറ്റ് തലേ കയറി പോയതാ. ആ പാവം സുമതി നയിച്ചിട്ടാ കുടുംബം പോയിട്ടുണ്ട്. പാവം വേണോട്ടൻ ബാപ്പാന്റെ കൂടെ നേലായി നടന്ന ആളാ. ബാപ്പാന്റെ ലൈസൻസിൽ ഇന്നെ പോട്ടറാക്കി കയറ്റിയന്ന് വേണോട്ടന്റെ കൂടെയാ ഞാൻ ഈ മാർക്കറ്റിൽ വന്ന്. ആലിക്ക, അന്ന് നിങ്ങൾ വാങ്ങി തന്ന ചായ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇന്നലെ ഞാൻ വേണോട്ടൻ ആശുപത്രിയിൽ നിന്ന് കണ്ടിരുന്നു. പാവത്തിനില്ലാത്ത അസുഖമൊന്നുമില്ല. 2 ചാക്ക് ഒരുമിച്ച് തലയിലേറ്റിന ആളാ. ആ പാവങ്ങളെ കണ്ണീരൊടിച്ചായിരിക്കും ഓൻ ചാവുക. ഇനി അവൻ കുടിച്ച് മാർക്കറ്റ് വരട്ടെ, കൊല്ലുവാനെ ഞാൻ, ഒരു സംശയം വേണ്ട. അത് മിക്കവാറും എന്റെ കൈ കൊണ്ട് തന്നെ ഇക്കാരം. കണ്ടു പഠിക്കാത്തവൻ കൊണ്ടെങ്കിലും പഠിക്കും. ഇത് അതുകൊണ്ട് പഠിക്കണില്ലല്ലോ. എന്തെങ്കിലും നാർത്ത വന്നിക്കണോ? ഒരു ദിവസങ്ങൾക്ക് നാർത്ത വന്നൂടെ? ഞാൻ നേരത്തെ പോണല്ലേ? സുരേഷ്, എന്നാ ആള് കുറവാ. 10 മണിക്ക് കോഴിക്കോട് എത്താനുള്ളതാ. ഇന്നാർക്ക് നേരെ അങ്ങോട്ട് വിട്ടൂടേനോ? ഞങ്ങള് മിസ്സിനൊന്നുമില്ല. പോടാ ഞാനേ അസ്നായിനൊന്ന് കണ്ടുവരാം. ഓൻ വലിയൊരു മുതലാളി. നമ്മളോട് എങ്ങടെ പോണ്? സാധനം ഇറക്കണ്ടേ? കുഞ്ഞോക്കൊരു കല്യാണം വന്നിക്കണ്. നിസ്കാരക്കുള്ള ചെക്കനാ. വീടോടാ? ഓം പുളിക്കക്കാരനാ. ബാപ്പ ചെറുപ്പത്തിലേ മരിച്ചു. മരപ്പണിയായിരുന്നു. മരത്തുനിന്ന് വീണാ മരിച്ച്. ഓപ്പ നിക്കല് പാണ്ടിക്കാട്ടാ. അതെന്താ അവിടെ? ഓന്റെ ഉമ്മാന്റെ പൊര പാണ്ടിക്കാട്ടാ. ഉമ്മാന്റെ ഓരിയില് ഓ നയിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ചെറിയൊരു പൊര വെച്ചിക്കണ്. മുഴുവൻ പണിയും തീർന്നിട്ടില്ല. കേട്ടിട്ട് ചെക്കേ ഉസാറാന്നാ തോന്നണേ. ഞമ്മളെ മൊയ്തുക്കാണ് ഈ കല്യാണം കൊണ്ടുവന്നത്. മൊയ്തുക്കാന്റെ വകയിലുള്ള ഒരു കുടുംബാണ് ഈ ചെക്കൻ. എന്നാ പിന്നെ കൂടുതൽ ഒന്നും ആലോചിക്കാനില്ല. പണ്ടോം പൈസയൊന്നും വേണ്ടെന്നാ ഓല് പറഞ്ഞു. എന്നാലും കരീംക എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ഇങ്ങനെ കഷ്ടപ്പെട്ട് നയിക്കണം ഞമ്മക്കൊക്കെ എവിടുന്നാ പൈസ? പണ്ടെന്ന് കേൾക്കുമ്പോ പേടിയാ. അതൊന്നും നോക്കണ്ട മൻസൂറെ. ഞമ്മക്കൊക്കെ ഈ മാർക്കറ്റാ പടച്ചോൻ വിളിച്ചത്. പടച്ചോ മുക്കിരിയാക്കാൻ വിചാരിച്ചോനെ ഞമ്മൾ വിചാരിച്ച കാലിയാക്കാൻ കഴിയോ? ഈ ഒന്നും സങ്കടപ്പെടണ്ട, എന്തെങ്കിലും വയ്യുണ്ടാവും.
നോക്കട്ടെ. എന്താ സീസന്നെ വേപ്പായി അടിച്ചോ? അത് ശരി, ഇങ്ങളെയാണ് ഞാൻ ഈ തിരയണത്. പൊള്ളാച്ചിന്ന് 2 ലോഡ് വന്ന് കിടക്കുന്നുണ്ട്. നിങ്ങളിവിടെ സദ്ദാമിനെ തൂക്കിക്കൊന്ന കഥ പറഞ്ഞു നിന്നാല് ആൺകുട്ടികളെ അതവിടെ ഇറക്കും. വണ്ടി നിന്ന് നേരത്തെ വന്നു അസീസെ. അത് നിങ്ങളെ ബാച്ചിന്റെ കുഴപ്പാ. വന്ന സമയത്തിന് തന്നെയാ. മൻസൂറേ, നിന്റെ അളിയൻ ഇടവണ്ണയിൽ ഒരു കോറി നടത്തുന്നു. ഈ കുറച്ച് ദിവസം ഇത് കഴിഞ്ഞ് അവിടെ പോയി നിൽക്കും. ഇവിടെ നിന്നാ പൈസ കൂട്ടിയാ കൂടൂലടോ. കൊണ്ട പൊടി പണ്ടത്തെ പോലൊന്നും പൊന്തിച്ചാൻ പയ്യടോ. അത് സുരേഷേ പുതിയ നമ്പറാ. അല്ല സീസേ, അന്റെ പ്രായത്തിലെ 2 പഞ്ചാര ചാക്ക് ഒന്നിച്ച് തലയിലേറ്റിയോനാണ് ഈ കരീം. അനക്കതറിയോ? വയസ്സും പ്രായമൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും മൂപ്പര് ചെയ്യണ പണി മൂപ്പര് മര്യാദക്ക് ചെയ്യണ്ടല്ലോ. ഈ പറയണ കേട്ടാ തോന്നും നമ്മളൊക്കെ മോശക്കാരാന്ന്. അതല്ല സീസേ, മോന്റെ മരണം കരീം ഖാനെ വല്ലാതെ തളർത്തിക്കണ്. ഓ, ഞാനതങ്ങോട്ട് മറന്നു. മറക്കും. ആരാൻ്റെതാവുമ്പോ നമ്മളെല്ലാം മറക്കും. അതല്ലേലും മനുഷ്യന്മാരുടെ സ്വഭാവമാണല്ലോ. സ്വന്തം ചോരയാവുമ്പോ ഒക്കെ മനസ്സിലാവും. ചോരന്റെ വില അറിയെങ്കില് എന്റെ കെട്ടിയോള് 2 കുട്ടികളെ ഇട്ട് കേറ്റിച്ചാടി ചാവൂലെന്നല്ലോ. അന്റെ കുട്ടികൾ ഇപ്പൊ എവിടെ ശീസേ? ഇപ്പത്തെ എന്റെ കെട്ടിയോള് ഓല നോക്കുന്നുണ്ട്. എന്നാലും പെറ്റ തള്ളന്റെ സ്ഥാനത്താവൂലല്ലോ. ഞാനുള്ള കാലത്ത് നോക്കും, എന്നെ പേടിച്ചെങ്കിലും. പക്ഷേങ്കിൽ എന്റെ കാലം കഴിഞ്ഞാ ബാ, ഇനി ഞമ്മക്ക് ഓരോ ചായ കുടിച്ചിട്ട് ബാക്കി കൊല്ലറക്കാം. ബാ. ഇതൊക്കെ പാട്ട് തുടങ്ങി. കോഴിക്കോട്ടങ്ങാടിയിലെ കോഴിക്കറി. മൊയ്തീനെ, കടുപ്പത്തിന് 4 ചായ എടുത്തോ. സെലീമേ, ചായ എടുത്തെടുക്ക്. ചോറിന്റെ നേരത്തെ അപ്പൊ നിങ്ങളെ കടുപ്പം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ ചായക്ക് ചായ എന്ന് ആരെങ്കിലും പറയോ? ഇപ്പൊ എന്റെ ചായക്ക് ഇല്ലാത്ത കുറ്റല്ല. ഇത് കുടിച്ച ചായന്റെ കയ്യിൽ 210 ഉറുപ്പ്യ തരാണ്ട്. ഓന്റെ ഒരു ഒലക്കമേല കുറ്റം പറിച്ചിട്ട്. അസീസേ, ചായ കുടി. കാണാൻ പറ്റാത്ത കണ്ടപ്പോളാ ഓള് മരിച്ചത്. അവസാനം എല്ലാരുടെ ഇടയിലും അസീസ് ഒരു മോശക്കാരനായി. ഇത്ര നേരം ഇത് പാലുകൊണ്ട് കൊടുക്കാൻ വൈകി. എന്താ എന്റെ മുത്തിന്റെ മോറ് കടന്നല് കുത്തിയ മാതിരി? കുന്തം. വേഗം പാലുതാ, എനിക്ക് മാർക്കറ്റ് പോവാനുള്ളതാ. തരൂല. എത്ര നേരം അറിയോ ഞാനിവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. വേണമെങ്കിലേ, ഇന്ന് മാർക്കറ്റിൽ 2 ലോഡ് വന്നു. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ കരീം ഖാന്റെ ഓരോ വർത്താനം കേട്ട് സമയം പോയതറിഞ്ഞില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോടന്നല്ലേ ഇഷ്ടം. ആ പിന്നെ നിങ്ങളെ കൂടെയുള്ള അസീസിന്റെ നോട്ടത്ര ശരിയില്ല കേട്ടോ. ഈ പേടിക്കണ്ട, മൻസൂറിന്റെ പെണ്ണിനെ ആരും ഒന്നും ചെയ്യൂല. ഞാൻ പോവാ. ഇപ്പൊ തന്നെ നേരം വൈകി. ആ മൊയ്തുക്കാന്റെ ചീത്ത കേൾക്കാനുള്ളതാ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? മാർക്കറ്റിൽ തിരക്കുള്ളതല്ലേ. നിക്ക് സെലീന, ഞാൻ പോവാ. എന്റെ ജീവനാം സഖിയേ, മോഹം നീയാണെന്നാരംഭക്കനിയേ. എന്റെ ജീവനാം സഖിയേ, മോഹം നീയാണെന്നാരംഭക്കനിയേ. നിന്നെ കണ്ട നേരം കൽവിൽ ചേ
ചേർത്ത നേരം മോഹക്കടലായി നീ എൻ മാറിൽ ചേർന്ന നേരം എന്റെ സ്വപ്നങ്ങളെല്ലാം എന്നരികിൽ വന്നു എന്റെ അയലുകളെല്ലാം പോയി മറന്നു എന്റെ ജീവന്റെ ജീവനാം സഖിയേ മോഹം നീയാണെൻ ആരംഭക്കനിയേ മോഹം നീയാണല്ലോ ദാഹം നീയാണല്ലോ മഴവില്ല് തോൽക്കും അഴകാണല്ലോ മനതാരിൽ അനുരാഗം നിറയുന്നല്ലോ മധുചഷകം തീർക്കും നിന്റെ മൗനം പോലും മധുചഷകം തീർക്കും നിന്റെ മൗനം പോലും അറിയാതെ ഞാൻ ഇന്നോർത്തിടുന്നു എന്റെ സ്വപ്നങ്ങളിൽ നിന്നെ കൂട്ടിടുന്നു എന്റെ ജീവന്റെ ജീവനാം സഖിയേ മോഹം നീയാണെന്നാരംഭക്കനിയേ കാണാൻ കൊതിയാണല്ലോ കുയിലിൻ സ്വരമാണല്ലോ കുളിർമഴ പെയ്യും ചിരിയാണല്ലോ ചിരിയുടെ മറയിൽ മലരുളി ചിതറുന്നല്ലോ അഴകെ നിന്നിൽ ചേരാൻ ഞാനും അഴകെ നിന്നിൽ ചേരാൻ ഞാനും അലിപോലും എന്നെ കാത്തിടുന്നു എന്റെ സ്വപ്നങ്ങളിൽ കൂട് കൂട്ടിടുന്നു എന്റെ ജീവന്റെ ജീവനാം സഖിയേ മോഹം നീയാണെന്നാരംഭക്കനിയേ എന്റെ ജീവന്റെ ജീവനാം സഖിയേ മോഹം നീയാണെന്നാരംഭക്കനിയേ നിന്നെ കണ്ട നേരം കൽബിൽ ചേർത്ത നേരം മോഹക്കടലായി നീ എൻ മാറിൽ ചേർന്ന നേരം എന്റെ സ്വപ്നങ്ങൾ എല്ലാം എന്നരികിൽ വന്നു എന്റെ അഴലുകളെല്ലാം പോയി മറഞ്ഞു എന്റെ ജീവന്റെ ജീവനാം സഖിയേ മോഹം നീയാണെന്നാരംഭക്കനിയേ ഷബീറേ ആ മഞ്ചേരിന്ന് അസനാജിന്റെ പൈസ വാങ്ങാൻ മറക്കണ്ട. ആ കഴിഞ്ഞ പ്രാവശ്യം തന്നെ മുഴുവനായി തന്നിട്ടില്ല. അത് അന്ന് മൂപ്പരവിടെ അല്ലായിരുന്നു. മോന 5000 തന്നത്. മോനാണെങ്കിലും തന്താണെങ്കിലും മുഴുവൻ തരാൻ പറ. കായ് കൊടുക്കാതെ ഇവിടെ പച്ചക്കറി വെറുതെ കിട്ടൂല. ആ ഓലക്ക് വിചാരേ ഹൈദ്രോസിനും പച്ചക്കറി ആകാശത്ത് വരികയെന്നാ. പിന്നെ പൈസ തന്നില്ലെങ്കിൽ ഹൈദ്രോസ് ഇവിടുന്ന് ലോഡ് വിടൂല എന്ന് പറഞ്ഞോണ്ട്. ആ ശരി എന്നാ. ഒന്ന് കിട്ടി ഒരു കാര്യം പറയാനുണ്ട്. എന്താ പ്രശ്നം? നിങ്ങൾ വരി. എന്താ സുരേഷേ പ്രശ്നം? ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ? മൻസൂർ പറയണ്ട, അത് നിങ്ങൾ തന്നെ പറയണം. കാര്യം എന്താ വെച്ചാ അത് പറയും. മൻസൂറിന്റെ പെങ്ങൾക്കെന്ന് കല്യാണം മുടങ്ങി. എന്താ പോനോട് പറയാ? ഓൻ ഇപ്പൊ തന്നെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അല്ല എന്താ സെക്കൻഡ് ആകുമ്പം വീട്ടിൽ വന്നുപോയി എന്റെ മുമ്പിൽ വന്ന് പെട്ടത്. പണ്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞൊരു പതിമല കളിച്ചു തോന്നുന്നു. അല്ലടോ, മൊയ്തൊക്കെ സംഭവം അറിഞ്ഞു? അറിഞ്ഞിട്ടുണ്ട്. സംഭവം ആരോ മുടക്കിയതാണ്. ചെക്കൻ്റെ അമ്മോനാ പിടിവാശി. ഓല അവസാന സമയം വെച്ച് വാക്ക് മാറി വല്ലാതെ ചതിയായിപ്പോയി.
മൻസൂറെ ഞാൻ എന്നെ തെരഞ്ഞെടുക്കേനു. ഒക്കെ ഞാൻ അറിഞ്ഞു കരീംക്ക. കൊടും ചതി അവല് കാട്ടിയത്. ബാപ്പ തറഞ്ഞ ആകെ തകരും. നിങ്ങൾക്കറിയാലോ ബാപ്പാന്റെ ഇപ്പത്തെ അവസ്ഥ. ഇത് ഇന്ന് ആരോ മുടക്കിയതാ. ഇമ്മാരി അംക്കള് നാട്ടിലൊരുപാട്. ഓട്ടടോ കൊണ്ട് തടഞ്ഞ് കപ്പല് നിൽക്കൂലല്ലോ. മുടക്കിയ ആൾ എനിക്ക് അറിയണമെന്ന് പറഞ്ഞ് ഇതൊക്കെ ഓരോട് പ്രശ്നം ഉണ്ടാക്കിക്കുന്നു. അതല്ല സങ്കടം. കല്യാണത്തിന് ഇനി ഒരാഴ്ചയല്ല. ചായ ചായ സലീമേ ഒരു ചായ അവിടെ എടുക്ക്. ചായ. ഈ കുമ്പളങ്ങി മത്തനൊക്കെ വാങ്ങി നല്ല അടിപൊളി ചായ. എടുക്കട്ടെ. മൻസൂരെ ഇക്കൊരു അഭിപ്രായമുണ്ട്. മൊയ്തുക്ക മോനും വേണ്ടി കല്യാണം തരുന്നുണ്ട്. അതൊന്ന് കുഞ്ഞോക്കും വേണ്ടി നമുക്ക് ആലോചിച്ചാലോ? നല്ല പഠിപ്പുണ്ട്. സലീമ് നല്ല ചെക്കനാ. പക്ഷേ മൊയ്തുക്കാനോട് എങ്ങനെയത് പറയാം? അതൊന്നും ആലോചിച്ച് നിന്റെ കുട്ടി ബേജാറാവണ്ട. അക്കാര്യം ഞാൻ നിശ്ചയിച്ച തീയതിക്ക് തന്നെ കുഞ്ഞോളെ കല്യാണം ഞമ്മക്ക് നടത്തണം. വാ ഇപ്പൊ തന്നെ പോയി നമുക്ക് മൊയ്തുക്കനെ കാണാം. ഇല്ല, ഞാൻ ആലിക്കാനും കൂട്ടി വരാം. നിങ്ങൾ നടക്കി, ഞാൻ അങ്ങോട്ട് വരാം. ശരി. പിന്നെ ഇതും കൂടി ഇപ്പൊ 22,500 റുപ്യ ഉണ്ടാവും. അതിന് കായ് എന്നാ വീടൂലേ? അതല്ല, പൈസ തരാതെ ഞാൻ ലോഡ് അയക്കൂലെന്നാ മുതലാളി പറഞ്ഞത്. അതാ നല്ലത്. എന്നാ നമുക്ക് വേറെ ആളെ നോക്കാലോ. ഓരോട് അയക്കണ സാധനം നല്ല അയക്കാൻ പറയും. 6 പെട്ടി തക്കാളിയാ കഴിഞ്ഞ ആഴ്ച എനിക്ക് കേടുന്ന് പോയത്. അതിന്റെ കായ് എന്റെ മുതലാളി തരില്ലല്ലോ. പിന്നെ കാലം മണി ആയല്ലോ ഓൻ്റെ അടുത്ത് ഞാൻ പച്ചക്കറി എടുക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ മാർക്കറ്റ് ലേശം മോശ. അതിന് മുടിക്ക് തീ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മുതലാളിനെ വിളിച്ച് പറഞ്ഞാളി. പൈസ തന്നില്ല ഈ ചീത്ത മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. 8 കൊല്ലായി ചീത്ത കേൾക്കൽ തുടങ്ങിയിട്ട്. ഓൻ്റെ കായ് അടുത്ത ആഴ്ച തീർത്താണ് തരാന്ന് പറയും. തൽക്കാലം അത് പിടിച്ചോ. ഇതൊക്കെ എന്റെ മേത്തേക്ക് തന്നെയല്ലടാ പോണത്. അത് ശരി. അപ്പൊ ഇന്നത്തെ ലോഡിന്റെ ബാക്കിയാക്കിയില്ലേ? നല്ലത് ഇവർ കൊടുക്കാനേ തയ്യ. ശരി, ഇപ്പൊ ഞങ്ങൾക്കായില്ലേ കുറ്റം? സുരേഷ് നാളെ ആലിക്കാന്റെ പെങ്ങളോടിന്റെ കല്യാണത്തിന് പോകാട്ടോ. എന്നാ ശരി. ആ നടക്കുന്നുണ്ട്. സുന്ദര, എനിക്കൊരു സംശയം. സത്യത്തിൽ നിനക്കാരാ സുന്ദരൻ എന്ന് പേരിട്ടുണ്ട്? അറിയാത്തോണ്ട് ചോദിച്ചാട്ടോ. പേരുമ്പോ തൊട്ട് കളിക്കണ്ട. അതാ നിനക്കറിയോ, ഈ പെമ്പിള്ളേര് വരെ എന്നെ സുന്ദരന്ന് വിളിക്കണേ, അറിയോ? എന്തങ്ങനെ തുറച്ചു നോക്കണേ? എക്സ്ക്യൂസ് മീ. യെസ് മീ. ഇന്നലെ ഈ ബിൽഡിംഗ് നല്ല വലുപ്പുണ്ടായിരുന്നു, പിന്നെ ഇതെങ്ങനെ ചെറുതായി? മണ്ട, അതറിയില്ല. അതൊക്കെ നമ്മുടെ അച്ചുമാമന്റെ പണിയല്ലേ, പൊളിച്ചെടുക്കൽ. അതായത് ഒരു സൈഡിൽ നിന്ന് മൂപ്പര് പൊളിച്ചെടുക്കിക്കൊണ്ടിങ്ങനെ വരികയല്ലേ. നമുക്കും ഒരു സൈഡിൽ പൊളിച്ചെടുക്കാം. കള്ളു ഷാപ്പിലെ കള്ളും കൊണ്ടുവാൻ വണ്ടുകാരാ. അമ്മൂച്ചന്റെ വാച്ച് അടിപൊളി വാച്ച അല്ലേ? ഈ ബസ് മര്യാദക്കൊക്കെ ഞാൻ അടിച്ചു ഉറക്കിടും ഞാൻ. നല്ല വെള്ളത്തിലാണല്ലോ. സലീമേ, ഇന്ന് എന്റെ വക ഞങ്ങൾക്ക് ചെലവ് വേണം. എന്തിനാ ചെലവ്? അതറിയില്ല എന്റെ പൊന്നു മോനെ, ഇന്ന് തുമ്പ്യ വരെ ചെലവാ. പിന്നെ ഇന്ന് ഒഴിവ് ദിവസല്ലേ, അതിന്റെ വക ചെലവായിക്കോട്ടെ. എന്നാ വാ, 2 ആക്കിന്റെ വക ചായ പൊറാട്ടി വാങ്ങി തരാം. മോനെ, നീ അറിഞ്ഞില്ല? എന്ത്? അറിഞ്ഞില്ല? ഞാനൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ പൊറാട്ട നിർത്തി. അതെന്താ മോനെ? ഞങ്ങള് വിദേശ ആഹാര സാധനങ്ങൾ കഴിക്കൽ നിർത്തി. ഞങ്ങൾക്ക് സ്മോൾ വേണം, വാങ്ങിച്ചു തരാൻ പറ്റുമോ എനക്ക്? അത് മാത്രം ഞാൻ വാങ്ങി തരൂല. അനക്ക് ചായ വേണോ, അനക്ക് ചോറ് വേണോ, അത് ഞാൻ വാങ്ങിത്തരാം. കള്ള് വാങ്ങാം, ഇന്നെ കിട്ടൂല.
ഈ വാങ്ങിച്ചോ, ഞങ്ങൾ വാങ്ങിച്ചോളാം. ഈ ഒരു 100 റുപ്യ എനിക്ക് തന്നാ മതി. അത് ഞങ്ങള് ഞാൻ വാങ്ങിച്ചോളാം. തരൂല. നീ തരണ്ട, ഞങ്ങൾ എടുത്തോളാം. സുന്ദര വല്ലാത്തൊരു സാധനങ്ങള്. ആ സലീമേ, ഈ എവിടെ പോയതാ? ഞാൻ പള്ളിന്ന് വരിക. വരുന്ന വഴിക്ക് ആ അമുക്കയുടെ മുന്നിലാ ചെന്നുപെട്ട്. ആരെ? ആ മുരളി സുന്ദരന്റെയും രണ്ടും നല്ല ഫിറ്റാ. പോരാത്തിന് ഇന്റെ അടുത്തുനിന്ന് 100 റുപ്യം വാങ്ങിച്ചോര്. എന്തിനാ സലീമ ജോലിക്ക് പൈസ കൊടുക്കണ്? ഇന്നാണ് ഒഴിവ് ദിവസമല്ലേ, രണ്ടാളും ഫുൾ തണ്ണിയിലാവുന്നു. വെള്ളം അടിച്ചാല് ഫുൾ ടൈം വെള്ളത്തിലാ. അപ്പൊ എന്തായാലും ഓലെ വിട്ടാ ശരിയാവില്ലെന്ന് ഓളൊരു പാഠം അത് ശരിയാ. വരി. ഇറങ്ങി വാടാ അങ്ങോട്ട്. ഈ ബട്ടൺസ് കണ്ടുപിടിച്ചാരണാവോ? അവിടെ കട. നീയും കട. രണ്ടെണ്ണം കൂടി ഇടായിരുന്നു. ഓ ശരിയാമോ? അവിടെ കട. എന്താ മിണ്ടാണ്ടിരുന്നോ? അവിടെ വേണ്ട, നീ അവിടെ കട. ഇറങ്ങി വേണം. അവിടെ ഉണ്ട് രണ്ട് അവിടെ ഉണ്ട്. നീ ഇത് കണ്ടോ? അതാണ് രണ്ടാളും ഫുൾ വെള്ളത്തിലാ. ഈ വെള്ളമൊക്കെ റമ്മായിരുന്നെങ്കിൽ റമ്മല്ല, ബ്രാൻഡി. റമ്മ ബ്രാൻഡി. റമ്മ ബ്രാൻഡി.
അല്ലോന്റെ പഠിച്ചോനെ മൊയ്തുക്കാന്റെ പാലെന്റെ കയ്യിലാ. ഇങ്ങള് പാല് വേഗം കുടിച്ചിട്ട് പാത്രം കെട്ടി തരി. ഇന്ന് എനിക്ക് വേണ്ട, ഈ പോയിക്കോ. അപ്പൊ ഇങ്ങളെങ്ങാട്ടാ? ഞാൻ കോറിക്ക, ഇന്നവിടെ പണിണ്ട്, പോയിക്കോ. എവിടെ മാർക്ക് എന്തേ പറഞ്ഞ PPS എന്താ മോനെ എന്തേ എന്താണ് ഇവിടെ എന്താന്ന് പറ മോനെ. ചായ കുടിക്കാം. ഇറങ്ങി പതുക്കെ ചായ എന്താ വേണ്ട വെച്ചാ കഴിച്ചോ. അങ്ങോട്ട് ഇരിക്കവിടെ. എടോ ഒരു ചായ മുട്ടക്കാരും പൊറോട്ട എന്തൊക്കെ എടുക്ക്. അങ്ങോട്ട് വെക്ക് ഇങ്ങോട്ട് വെക്ക്. കഴിക്കും മോനെ കഴിക്കും. നല്ലോണം കഴിച്ചോ. കഴിച്ചോ പള്ള ഉറച്ച് കഴിച്ചോ കേട്ടാ. പാവം. എന്താ മോന്റെ പേര്? മൻസൂർ. മൻസൂർ, നല്ല പേര്. കഴിക്കും മോനെ കഴിക്കും. അതാ വെള്ളം കുടിക്കും. സാവധാനത്തിൽ തിന്നാ മതി കേട്ടാ. മൻസൂരെ, ഇതാണ് നമ്മളെ കൊട്ടാരം. കൊട്ടാരത്തിലെ റാണിയാണ് കുത്തിരിക്കുന്നത്. മോളെ മോളെ കുഞ്ഞോളെ, ഇതാണ് മൻസൂർ, എന്റെ ഇക്കാക്ക. മനസ്സിലായോ? നമ്മളെ താത്തോണ്ടേക്ക്. ഇനി മുതൽ നീ ഒറ്റക്കല്ല, എനിക്ക് കൂട്ടി നിക്കാക്കിണ്ട്. ചെല്ലി രണ്ടാൾ പോയി കളിച്ചോളി. നിന്നെ
നിക്ക്. കുറച്ച് പാല് എനിക്കും തന്നൂടെ? നിങ്ങൾ മടിന്ന് മാറി. അയ്യടാ, പാൽ കുടിക്കാൻ പറ്റിയൊരു ചക്കര. ഓ, അങ്ങനെ അങ്ങോട്ട് പോയാലോ? കാച്ചിയ പാല് എനിക്കും കൂടി കുറച്ച് താ. പിന്നെ ഇനി ആർക്കൂട്ടോ? ആ, എന്നാ ഈ ഒന്ന് ആർക്ക്. നാട്ടുകാരെന്റെ ആർപ്പൊന്ന് കേക്കട്ടെ. ദേ മാറാനാ പറഞ്ഞേ. ദേ വേണ്ട, എനിക്കും കൂടി കുറച്ച് താ. ഇതിന് ശരിക്കറിയില്ല. വേണ്ട തന്നെ പറഞ്ഞേ. വേണ്ട. സുഹൃത്തുക്കളെ, ജനമനസ്സുകൾ ആകാംക്ഷയുടെ മുൾമുനിൽ നിർത്തിക്കൊണ്ട് ഇതാ ബാപ്പുക മരണക്കാരിൽ മന്ദം മന്ദം ചലിക്കുന്നു. സുഹൃത്തുക്കളെ, സംഭാവനകൾ വരട്ടെ. സുഹൃത്തുക്കളെ, സെലീന പാലത്തിന് വേണ്ട വീണ് ബാബുക്ക വീഴും. മൻസൂറേ, 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 നമ്മുടെ സെലീന പാലത്തുനിന്ന് വീണ് ആശുപത്രിയിലാ. എങ്ങനെയുണ്ട്? എന്താ ഡോക്ടർ പറയണത്? ബാപ്പുക്കന്റെ കാലിന് ഒരു പൊട്ടുണ്ട്. സെലീനാനെ വിളിച്ച് കരയാണ്. ഓള അവസ്ഥ എന്താണാവോ? ഡോക്ടർ അകത്തുണ്ട്. ഒന്നും പറയാറായിട്ടില്ല എന്നാ പറഞ്ഞ്. ബോധല്ല, തലക്കാണ് പരിക്ക്. എന്താ സത്യത്തിൽ സംഭവിച്ചത്? എന്താണ് ഒരു പിടുത്തമല്ല. അസീസ സംഭവം കണ്ടത്. ഓനാണെങ്കിൽ ഒന്നും പറയണേ. എവിടെയോള്? എന്താ സത്യത്തിൽ സംഭവിച്ചേ? കുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ബാപ്പ മാത്രമേ ഉള്ളൂ. അയാളെയാണ് സർക്കസുകാരമെന്ന് വീണ്ടും ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓ ഗോ. പിന്നെ വേറെ ആരാ ഉള്ളത്? എന്ത് സാർ? നിങ്ങൾ കുട്ടിയുടെ ആരാ? എന്താണ് സാർ? ബി പോസിറ്റീവ് ബ്ലഡ് വേണ്ടി വരും. ബോധം കിട്ടിയിട്ട് എന്തെങ്കിലും പറയാനാവും. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. എനിക്കോടൊന്ന് കാണാൻ പറ്റുമോ? നിങ്ങൾ മാത്രം അകത്തേക്ക് വരൂ. അല്ല, എന്നാ ഇനി എന്റെ ഉമ്മാന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ? ഒന്നുമില്ലെങ്കിലും എന്റെയും കൂടെ ഉമ്മയാണല്ലോ. കരളിടറും നൊമ്പരങ്ങൾ നീയറിഞ്ഞുവോ? കനവിടറി പാടിടുമീ പാട്ടു കേൾക്കുമോ? കരളിടറും നൊമ്പരങ്ങൾ നീയറിഞ്ഞുവോ? കനവിടറി പാടിടുമീ പാട്ടു കേൾക്കുമോ? എന്റെ പ്രണയിനി നീ എന്നിലായി ചേർന്നു വന്നിടുമോ? എന്റെ പെൺമണി നിൻ ഓർമ്മയിൽ ഞാൻ നൊന്തു
സ്വർണവർണ്ണരൂപിയാമൻ മോഹതാരമേ മാരിവില്ലിനേഴഴകും ചാർത്തി നിന്നോളേ സ്വർണവർണ്ണരൂപിയാമൻ മോഹതാരമേ മാരിവില്ലിനേഴഴകും ചാർത്തി നിന്നോളേ നീ വരുമീ പാതയോര പൂമരച്ചോട്ടില് കാത്തിരുന്നു പാടിടുമി പാട്ടു കേൾക്കുമോ എന്റെ പ്രണയിനി നീ എന്നിലായി ചേർന്നു വന്നിടുമോ കരളിടറും നൊമ്പരങ്ങൾ നീ അറിഞ്ഞോ പൂക്കളെന്നു നീ വഴിയിൽ പൂനിൽക്കുമ്പോൾ പൂവഴകെ എന്നിലായി നീ അടുക്കുമ്പോൾ പൂക്കളെന്നു നീ വഴിയിൽ പൂത്തു നിൽക്കുമ്പോൾ പൂവഴകെ എന്നിലായി നീ അടുക്കുമ്പോൾ നീയകലും കാഴ്ചയാലൻ കണ്ണു തുളുമ്പുന്നു മോഹരൂപമേന്തി വന്ന കനിവിനോളമേ എന്റെ പ്രണയിനി നീ എന്നിലായി ചേർന്നു വന്നിടുമോ കരളിടറും നൊമ്പരങ്ങൾ നീ അറിഞ്ഞോ കനവിടറി പാടിടുമീ പാട്ടു കേൾക്കുമോ എന്റെ പ്രണയിനി നീ എന്നിലായി ചേർന്നു വന്നിടുമോ എന്റെ പെൺമണി നിൻ ഓർമ്മയിൽ ഞാൻ നൊന്തു പാടുന്നു കരളിറുത്തു കോർത്തു ഞാനീ പാട്ടുമോടുന്നു കരളിടറും നൊമ്പരങ്ങൾ നീ അറിഞ്ഞു അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എല്ലാം പഠിച്ചവരോട് തേടുക. ഓനാണല്ലോ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും ഒക്കെ. ഓന്റെ പരീക്ഷണാണെന്ന് കരുതിയാൽ മതി. എന്നാലും ആ പാവങ്ങളെയാണല്ലോ പഠിച്ചോ അങ്ങനെ പരീക്ഷിക്കണേ. അങ്ങനൊന്നും പറയരുത്. ഓരോരുത്തരെ ഓരോ കോലത്തിലായ പഠിച്ചോ പരീക്ഷിക്കാം. പണക്കാർക്ക് പഠിച്ചോ സമ്പത്ത് കൊടുത്ത് പരീക്ഷിക്കും. ഓരതെങ്ങനെ ചെലവാക്കും അറിയാൻ നമ്മള് ഇങ്ങനായിരിക്കും പഠിച്ചോ പരീക്ഷിക്കുന്നത്. ഇതല്ലല്ലോ ജീവിതം. ആ മോനെ, ഓർക്കെങ്ങനുണ്ട്? കാക്ക, ഓർക്ക് ശരിയാവുന്ന സുബൈദാത്ത പറഞ്ഞത്. ഓരൊക്കെ ആശുപത്രിയിൽ പോയേനെ. ഡോക്ടർ പറഞ്ഞത് സാധാരണ നിലയിലാവാൻ 5-8 മാസം പിടിക്കുന്ന. മനസ്സറേ, ഒരു മിനിറ്റ് വാ. കുഞ്ഞോളെ കാണാൻ ആ ചെറുക്കൻ്റെ ഉമ്മയും അമ്മോനും വന്നിരുന്നു. ഈ അവസ്ഥയിൽ എന്താ പോലോട് പറയാ? ഒരു പുല്ലാർക്കൊരു കല്യാണത്തിന് പോയതേനെ. കുഞ്ഞാലിക്ക് കയറിയാന്ന് ആരോ പറഞ്ഞറിഞ്ഞ് വന്നതാ. ഞാൻ ഹോസ്പിറ്റലിൽ വരുന്ന വയ്യ.
പിന്നെ ബാപ്പു കന്നെ തിരക്കീന്. ഞാൻ പോവാ, മീൻപൊതിയാണ് കയ്യില്, കൊടുത്തിട്ട് വരാം. അപ്പഴേ ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ. കുഞ്ഞോളെ, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഈ വാതിലടിച്ച് കിടന്നോ. അടിക്കല്ലേ, എന്ത് ആരാ ഓലൊക്കെ? എന്റെ മോലാളിന്റെ ആൾക്കാരാ. എന്തിനാ ഓലെ തല്ലിയേ? അത് ആ പാണ്ടി ഡ്രൈവർ കാരണം മുതലാളിന്റെ മുമ്പിൽ ഞാൻ കള്ളനായി. ആ പൈസക്കും വേണ്ടിയാ മുതലാളി ഞാൻ ആളെ വിട്ട് തല്ലിച്ചത്. ഏതായാലും ഈ രാത്രി ഈ ഒറ്റക്ക് പോണ്ട. ഇന്നിന്റെ വീട്ടിൽ താമസിച്ചോ, നാളെ നേരം വെളുത്തിട്ട് പോവാം. അല്ല, അന്റെ വീട് എവിടെയാ? മേലാറ്റൂരാ താമസം. ആരൊക്കെയാ പുറയിലുള്ളത്? ഉമ്മണ്ട്. വാപ്പ ചെറുപ്പത്തിലേ മരിച്ചു. വാപ്പാൻ എനിക്ക് ശരിക്കും കണ്ട ഓർമ്മല്ല. ഇപ്പം എളാപ്പാൻ്റെ കൂടെ താമസം. ഒരാഴ്ചയായി ഞാൻ മോലാളിനെ പേടിച്ച് നടക്കുക. ആ, എൻ്റെ വീട്ടിലാരൊക്കെയുള്ളത്? ബാപ്പുണ്ട്, ഒരു പെങ്ങളും. ബാപ്പ പൊള്ളാച്ചിന്ന് ലോഡ് വീണ് തളർന്നു കിടക്കുക. മഞ്ചേരിയിലൊരു വലിയ പോട്ടറായിരുന്നു. കുഞ്ഞാക്കാന്ന് പറഞ്ഞാൽ മഞ്ചേരി ആരും അറിയാത്തോലുണ്ടാവില്ല. ഏതായാലും ഈ ബാ. കുഞ്ഞോളെ, എന്താ എന്തൊക്കെ മോത്ത് ചോരയൊക്കെ? ഒന്നുമില്ല. ഇതാരിക്ക? ഇതിന്റെ ഒരു ചെങ്ങയ്യ. ഇപ്പൊ ഇറങ്ങിയോ? ആ, ഞാൻ ചോറെടുത്ത് വെക്കാം. നിങ്ങൾ മോൻ കഴുകി. ബാ. ബാ. ദാ എന്റെ അപ്പ. നല്ല ഉറക്ക. ഷബീറെ, എന്താ ഷബീറെ പ്രശ്നം? എൻ്റെ അപ്പാക്ക് എന്ത് പറ്റിയെന്നാ ഈ പറഞ്ഞേ? പൊള്ളാച്ചിന്ന് ലോഡ് വീണതാ. സത്യത്തില് അതല്ല സംഭവിച്ചത്. പിന്നെ അന്ന് ഒന്നുമേ പേസ മുടിയാതെ. ഒരു വണ്ടി പച്ചക്കറി ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീരുമല്ലോ. മുല്ലപ്പെരിയാറിന്റെ പ്രശ്നം തീരുമല്ലോ. என்ன பிரச்சனை? என்ன பிரச்சனை? பேச்சு முடிக்கலாமல்ல? பேச்சு முடிக்கலாம். வெஜிடபிள் தான் லாரியில் இருக்குது தெரியுமல்ல? எதுக்கு தரத்து பண்ணணும்? ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായി. பேச வேண்டாம். கேரளம் கூடாது. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അവിടെ സാഹചര്യം മാറിപ്പോയി. പഠിച്ചോനെ, ഞാൻ എന്തൊക്കെയായി കേൾക്കണ്? പൊള്ളാച്ചിന്ന് ലോഡ് വീണ് തളർന്നു എന്നാണല്ലോ ഇപ്പം ഞങ്ങളോട് പറഞ്ഞേ. എന്തായാലും ഇപ്പം എന്നെ കാണണ്ട. എങ്ങോട്ടെങ്കിലും പോയിക്കോ, ചെല്ല്.
എന്താ ജലീലെ സെലീനയുടെ അവസ്ഥ? ആ അങ്ങനെ തന്നെ. രാവിലെ മരുന്ന് കൊടുത്തിട്ടുണ്ട്, കുറവൊന്നുമില്ല. ഇന്ന് രാവിലെ ബാപ്പുക്കാനെ കാണിക്കാൻ കൊണ്ടുപോയിരുന്നു. നിങ്ങൾ എന്തേലും കഴിച്ചോ? കുടിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് കഞ്ഞി കൊണ്ടുവന്നിരുന്നു. ഞാനൊന്ന് ബാപ്പുക്കാൻ്റെ അടുത്ത് പോയിട്ട് വരാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. വാ ഇരിക്ക്. അനക്കൊരു ബുദ്ധിമുട്ടായില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ജീവിതത്തിൽ കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാവും. ഒക്കെ പടച്ചോന്റെ പരീക്ഷണമെന്ന് കരുതിയാൽ മതി. നിന്റെ മോളെ കാര്യം ആലോചിച്ചിട്ടാ എനിക്ക് വിഷമം. നിങ്ങൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഒന്നും സംഭവിക്കൂല. ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ. ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങാനുള്ളതാ മൻസൂറെ. പൈസ കീസയിലുണ്ട്. വേണ്ട, ഞാൻ വാങ്ങിക്കോളാം. ആ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഈ എന്താ ഇവിടെ? ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ എളാപ്പാക്ക് ചെറിയൊരു വേദന. നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഏത് റൂമിലാ? 43 മേലെ. അത് ശരി. അറ്റാക്ക് ആണെന്നാ കരുതിയെ. എന്നിട്ട് ഗ്യാസിന്റെ ചെറിയൊരു പ്രശ്നമാണെന്നാ ഡോക്ടർ പറഞ്ഞത്. നാളെ ഡിസ്ചാർജ് ചെയ്യും. അത് ശരി. അല്ല ഈ എന്താ അവിടെ? ചെറിയൊരു ആക്സിഡന്റ്. ബന്ധുക്കളാ. അതെ. ഈ വാ, മനന്ന് കണ്ടുവരാ. വാ കാണാം. വാ. വാ അമ്മ ചായ തട്ടോ. ഈ എത്ര നേരം എവിടെയായിരുന്നു? ഞാൻ അവിടെ താഴണ്ടേനിമ്മ. ഇതാരാ മോനെ? എന്റെ ഒരു ചെങ്ങയ്യ. ഓന്റെ ബന്ധുക്കളാരോ ഇവിടെ ഉണ്ട്. ഇരിക്കാൻ പറയും. ആ ഇരിക്കടാ. ഞാൻ മരുന്ന് വാങ്ങിയിട്ട് പിന്നെ വരാം. ഇവിടെ ഇരിക്കുക. എന്താ മൻസൂറെ പെട്ടെന്നൊരു മാറ്റം? ഒന്നുമില്ല മൻസൂറെ. എടാ ഇവനിതെന്താ പറ്റിയ? എടാ മൻസൂറെ ഒന്ന് നിക്കടാ. മൻസൂർ എവിടെ പോയി ഇവൻ? അത് ശരി, അവിടെ പോയി നിൽക്കല്ലേ. എനിക്കൊന്നും മനസ്സിലാകണില്ല. എന്താ എന്താ എനിക്ക് പറ്റിയത്? അതെന്നെ അതെന്നെ അതെന്നെ. എന്താ ഈ കാട്ടണേ? അനക്കെന്നെ മനസ്സിലായോ? കാക്ക എന്നെ മറന്നൂലേ? ഈ പേരക്കള്ളന്റെ കുഞ്ഞോനത്. എനിക്കറിയോ, 14 കൊല്ലായിട്ട് കുഞ്ഞോന്റെ മനസ്സ് തെരഞ്ഞെടുക്കുക. കുഞ്ഞോനെ കുഞ്ഞോന്റെ മുന്നിൽ വന്നു നിന്നിട്ടും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഇല്ലടാ, ഇങ്ങനൊരു വിധി ആർക്കും കൊടുക്കല്ലേ. എന്റെ റബ്ബേ. എന്നാലും ഇപ്പോഴെങ്കിലും പടച്ചോ എനിക്ക് കാക്കാനെ കാണിച്ചെന്നല്ലോ. യത്തീംഖാനയില് പിന്നൊരു ദിവസം ഞാൻ പോയിരുന്നു. ഉസ്താദ് 4 കൊല്ലം മുമ്പ് മരിച്ചു. കണ്ടന്ന് കുറേ സങ്കടം പറഞ്ഞു. അന്നെ ചോദിച്ച് കരഞ്ഞു. വാ നമുക്ക് ഉമ്മാനെ കാണാം. ഉമ്മാനെ എനിക്ക് കാണണ്ട. ഉമ്മ കാരണമല്ലോ ഞമ്മളൊക്കെ എങ്ങനെയായത്? അങ്ങനെ പറയല്ലേ. ഉമ്മ നിവർത്തില്ലാത്തോണ്ട് ചെയ്തു പോയതാ. അതിനെക്കാട്ടിലും നല്ലത് കുറച്ച് വിഷം വാങ്ങിച്ച് എന്ന് കൊന്നൂടായിരുന്നു. കുഞ്ഞോനെ, അനക്കറിയില്ലേ ഉമ്മ ഞമ്മളെ പോറ്റാൻ പെട്ട പാട്. നബി സാത്താന്റെ പുരയിൽ പണിക്ക് പോയിട്ടല്ലായിരുന്നു ഉമ്മ ഞമ്മളെ പോറ്റിയത്. എത്ര ദിവസം ഉമ്മ ഞമ്മളും പട്ടിണി നടന്നിട്ടുണ്ട്. ഈ അതൊക്കെ മറന്നു. യത്തീംഖാനെക്കാട്ടിലും നല്ലത് ആ പട്ടിണിയായിരുന്നു. യത്തീംഖാനയിലെ അവസ്ഥയൊന്നും ഉമ്മ അറിഞ്ഞിരുന്നില്ലടാ. എനിക്കതൊന്നും കേക്കണ്ട. അന്ന് നമ്മൾ പിരിഞ്ഞു പോയതിൽ പിന്നെ ഞാൻ എത്തിപ്പെട്ടത് പൊള്ളാച്ചിയിലായിരുന്നു. എന്നിട്ട് മഞ്ചേരിയിൽ ഒരു ചായക്കടക്കാരൻ വഴിയാ എന്റെ പഴയ മുതലാളിനെ പരിചയപ്പെട്ടത്. പിന്നെ ഹോട്ടലും ലോറിയും പച്ചക്കറിയൊക്കെ ആയിട്ട് 12 കൊല്ലം. മൂപ്പര് വഴിയാ ഞാൻ ഉമ്മാനെ കണ്ടത്.
എങ്ങനെ? പൊള്ളാച്ചിയിൽ മാർക്കറ്റിന്റെ അടുത്ത് ഹോട്ടൽ കച്ചവടം നടത്തിയായിരുന്നു ഉമ്മാനെ കെട്ടിയ എളാപ്പ. ആ എളാപ്പ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കണേ. എന്റെ മോലാളുടെ ഒരു പരിചയക്കാരനായിരുന്നു എളാപ്പ. ആ കള്ള ഡ്രൈവർ കാരണം ഉള്ള പണിയില്ലാതെയായി. പണി പോയതിലല്ല, എന്നെ കള്ളനാക്കിയല്ല സങ്കടം. പണ്ട് എത്തിങ്കാനെന്ന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ചോറ് കട്ടെടുത്തേന് നമ്മളെ കള്ളന്മാരാക്കി. അന്ന് കിട്ടിയ ചൂരലിന്റെ വേദന ഇപ്പോഴും മനസ്സിൽ ഉണങ്ങാത്ത മുറിവാ. അന്റെ മുതലാളിനെ നേരിട്ട് കണ്ട് നടന്ന സംഭവം ഒക്കെ പറയാം. സത്യം എന്നായാലും തെളിയും. അതൊക്കെ നമുക്ക് വീട്ടിലെത്തിയിട്ട് തീരുമാനിക്കാം. ആദ്യം ഉമ്മാനെ കാണാം. ഇക്കാക്ക, ഉമ്മാന്ന് വിളിക്കാൻ കൊല്ലങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പ്രസവിച്ചുകൊണ്ട് മാത്രം ഉമ്മ എന്നുള്ള പേര് പൂർണ്ണാവില്ല. എട്ടും പൊട്ടും തിരിയണവരെങ്കിലും നോക്കുമ്പോഴേ ഉമ്മ എന്നുള്ള അർത്ഥം പൂർണ്ണാവും. ഇക്കാക്കറിയോ, ചെറുപ്പത്തില് നിസ്കരിച്ചാലും നോമ്പ് മാറ്റാലും ആ കൂലി മാതാപിതാക്കൾ കാണുന്നു. മദ്രസീന്ന് ഉസ്താദല്ല നമ്മളെ പഠിപ്പിച്ച്. ഈ പറയണൊക്കെ ഞാൻ അംഗീകരിച്ചു. അതിന് ഉമ്മ എന്ത് തെറ്റ് ചെയ്തെന്നാ ഈ പറയണേ? ഇന്റെ ലോകാകെ മാറി. ഇന്നെ 15 കൊല്ലം പോറ്റിയത് ഇന്നലെ ഈ കണ്ടില്ലേ? ആ തളർന്നു കിടക്കണ മനുഷ്യനാ കുഞ്ഞാലിയാക്ക. എന്നിന്റെ വാപ്പയും ഉമ്മയും ഒക്കെ ആ വലിയ മനുഷ്യനാ. അന്റെ അതേ തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. ഉമ്മ എന്നെ എനിക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എന്ത്? ഉപ്പ മരിച്ച പിന്നെ ഒരുപാട് കല്യാണാലോചനകൾ ഉമ്മാക്ക് വന്നു. നമ്മളെ രണ്ടാളി ഓർത്താ ഉമ്മ സമ്മതിക്കാതെ. വല്യപ്പാന്റെ നിർബന്ധത്തിലാ അവസാനം ഉമ്മ സമ്മതിച്ചത്. അതും 6 കൊല്ലത്തിന് ശേഷം. അതേ വല്യപ്പാന്റെ നിർബന്ധത്തിലാണ് നമ്മളെ എത്തിങ്ങാനെ കൊണ്ടാക്കിയത്. പക്ഷേ എളാപ്പ തന്നെയാണ് നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്. നമ്മളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി എത്തിങ്ങാനിലെത്തിയപ്പോഴാണ് നമ്മൾ ചാടിപ്പോയ വിവരം ഉമ്മ എളാപ്പി അറിയണത്. പിന്നെ സ്വന്തം മോനെ നോക്കും പോലെ എളാപ്പ നോക്കണത്. ഞാൻ നിങ്ങളെ തിരക്കി നടക്കുക. സിസ്റ്റർ അവിടെ റൂമിൽ വന്നിട്ടുണ്ട്. ഡോക്ടർ ഇപ്പൊ പരിശോധനക്ക് വരും. ഇത് നമ്മളെ പൊള്ളാച്ചി വണ്ടിയിലെ ക്ലീനർ അല്ലേ? ആള് ഈ ഉദ്ദേശിച്ച തന്നെ. പക്ഷേങ്കില് സ്വന്തം ചോരാന്നറിയാൻ വൈകിപ്പോയി ചെല്ലില്ലേ. അപ്പൊ ഇത് ഒക്കെ പിന്നെ പറയാം. ഓനെ കണ്ടു കിട്ടിയാലോ, അത് മതി. മൻസൂറെ, അനക്കും ഉമ്മാനെ കാണണ്ടെങ്കിലും ഉമ്മ മോനെങ്കിലും ഒന്ന് കണ്ടോട്ടെ. ഒരുപാട് വേദന സഹിച്ചതാ നമ്മളെ ഉമ്മ. ഇനി ഈ കണ്ണീര് കുടിപ്പിക്കല്ലേ. എന്നെ നിർബന്ധിക്കരുത്. പോയിക്കോ. പക്ഷെ ഒരു കാര്യം മറക്കണ്ട, ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗന്ന്. ഈ ഞാനും പഠിച്ചത് ഒരേ ബുക്കെന്നാണ്. ഉമ്മാന്റെ കണ്ണീര് നിലത്ത് വീഴാതെ നോക്കിക്കോ. പിന്നെ അത് മതിയാകും ഒരു ജന്മം മുഴുവൻ നിനക്ക് ശാപം പേറി നടക്കാൻ. മറക്കണ്ട, ഒക്കെ പതുക്കെ എനിക്ക് മനസ്സിലായിക്കോളും. ഞാൻ ഉമ്മാനെ കാണാം. അതിനു മുമ്പ് എനിക്ക് ഒരുപാട് കടമകൾ ചെയ്തു തീർക്കാണ്ട്. ഈ ജന്മത്തിൽ ഇനിയും ഒരുപാട് വേഷങ്ങൾ ഈ മൻസൂറിന് ആടി തീർക്കാണ്ട്. എന്താ ഇഷ്ടന്ന് വല്ലാത്തൊരു ഉഷാറ്. പെങ്ങളെ കല്യാണം ഉറപ്പിച്ചിക്കണ്. ചോര നീരാക്കിയെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം. കോറയിൽ നിന്നാലേ കായുണ്ടാവൂല, ചോര നീരാകന്നെ ഉണ്ടാവുള്ളൂ. രാവിലെ ലോഡ് എടുക്കലും ഇവിടെ വന്ന് കല്ലുകുത്തലും വിവരം അറിഞ്ഞോളൂ. അതങ്ങോട്ട് ഉറപ്പിച്ചില്ലേ? നന്നായി. അതെ കരീംക, എനിക്കൊരു ഐഡിയയും കിട്ടണില്ല. നമ്മൾ കുറച്ച് പൈസ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓരാണ്ട് വന്നാലേ നമ്മളെ പെണ്ണുങ്ങളെ കൈമേല ബാളം കൊട്ടില്ല. എന്തേ? ഞങ്ങളൊക്കെ അവിടെ ഇല്ലടാ. ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞല്ലോ അവിടെ. അന്റെ പെങ്ങൾ ഞങ്ങളും കൂടി പെങ്ങളല്ലടാ. ഇന്ന മൻസൂറെ, പടച്ചോ അന്റെ ഒപ്പുണ്ട്. ഇതെന്താ അലിക്ക? ഈ ഒന്നും കരുതണ്ട. 2 ദിവസം എനിക്ക് തരാൻ പറഞ്ഞിട്ട് ആസീസ് എന്നെ ഏൽപ്പിച്ചിട്ട്. പാവാണോൻ. ആ ദേഷ്യം തന്നെ ഉള്ളൂ. പറ്റിപ്പോയാലും ആകെ തകർന്നിരിക്കുക. വരി, എല്ലാരും വരി. ഇന്ന് എല്ലാവർക്കും ഇന്റെ വക അടിപൊളി ചായ ഉണ്ട്. ആ, ഒരു ചാക്കല്ലേ? ആയിക്കോട്ടെ, ആ കൊടുത്തേക്കാം. ആ, എന്താ എൻ്റെ മുഖത്തൊരു വല്ലായിക? ഒന്നുമില്ല, കുഞ്ഞോളെ കല്യാണം ഉറപ്പിച്ചിക്കണ്. ഞാൻ അറിഞ്ഞു. മൊയ്തുവിൻ്റെ മോനല്ലേ? നിന്റെ മോളെ കൂടി അവൻ പഠിച്ച് നല്ല ചെക്കനാ. പൈസയൊന്നും കയ്യിലില്ല. നിങ്ങൾക്കറിയാലോ എൻ്റെ വീട്ടിലെ സ്ഥിതി. എന്താ ഇപ്പൊ വാപ്പാന്റെ അവസ്ഥ? ഓൻ്റെ പണിക്കാരൻ മാത്രല്ല, എൻ്റെ ചെങ്ങായും കൂടിയാ. ബാപ്പ പറയാറുണ്ട് നിന്റെ ചാക്ക് ഒരുപാട് ഏറ്റിണ്ടാവും. പക്ഷെ പൊള്ളാച്ചിലൊരു ചാക്ക് ഓനെ ഈ കോലത്ത് കിടത്തി.
അതെന്നെ കടത്തിന് സമ. ഇന്നലെ അസീസ് ആലിഖാന്റെ അടുത്ത് കുറച്ച് പണം കൊടുത്തയച്ചിരുന്നു. ആ ഞാൻ അറിഞ്ഞു. അയച്ചു വാങ്ങാതൊക്കണ്ട. മനസ്സറിഞ്ഞോ തരണല്ലേ. ഓൻ്റെ അടുത്ത് അറിയാതെ പറ്റിപ്പോയതല്ലേ. ഓനായി നല്ല സങ്കടമുണ്ട്. ഞാൻ ഇന്നലെ ഓനെ കണ്ടിനി. ഏതായാലും ഇജ്ജ് കാര്യങ്ങളൊക്കെ നടത്തും. ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ. അതെനിക്ക് അറിയാലോ ഹസൻക. അല്ലെങ്കിലും മുണ്ടിന്റെ കളർ നോക്കിയല്ലോ ഞങ്ങൾ ഈ മാർക്കറ്റിൽ പണിയെടുക്കണേ. മൻസൂറെ, സെലീനാന്റെ ബാബുവിന്റെ വർത്താനം എന്താ? കുറവുണ്ട്. ഇന്ന് ഡിസ്ചാർജ് ചെയ്യാന്ന ഡോക്ടർ പറഞ്ഞു. ഈ അച്ചാർ എത്രാം വരാ? ഓരോരുത്തർ ആരാ ഉള്ളത്? ജലീലുണ്ട്. ചോറ് കുഞ്ഞോള് കൊണ്ടുപോയി കൊടുക്കും. വല്ലാത്തൊരു സങ്കടമായിപ്പോയി. പാവങ്ങൾക്ക് കുഞ്ഞോളെ കല്യാണത്തിന് കൂടാൻ കഴിയില്ലല്ലോ. കല്യാണം നമ്മൾ നേരത്തെ ഉറപ്പിച്ചല്ലേ, മാറ്റി വെക്കാനും പറ്റൂലല്ലോ. ഉടനെ തന്നെ നടത്തണം. ഉപ്പാന്റെ സ്ഥിതി വളരെ മോശ. നടക്കട്ടടോ. കുഞ്ഞാലിയാക്കന്റെ വലിയൊരാഗ്രഹമായിരുന്നു ഓളെ നിക്കാതെ. മുമ്പൊന്ന് വന്ന് മുടങ്ങിപ്പോയതല്ലേ. മുടങ്ങിയതല്ല, അത് ഇവിടുത്തെ ചിലർ മുടക്കിയതാ. അതെ, കടുപ്പത്തുള്ള ചായ അടിക്ക്. മുരളി ഇപ്പൊ ഒരു ആൺകുട്ടിയായി. ചാരായത്തുമെന്ന് മുമ്പരിപ്പോ ചായമലെത്തി. കൂടി നിർത്തിയതുകൊണ്ട് മുരളി ഇപ്പൊ ചായന്റെ കടുപ്പൊക്കെ നല്ലോണം കൂട്ടി. അതെ, ചായ എടുക്കട്ടോ. ആ എടുക്കുന്നുണ്ട്. ഇപ്പൊ മുരളിയെ ഭയം തിന്നണൊക്കെ കൊള്ളാം. ഇനി വലിപ്പം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു കച്ചറ ഉണ്ടാക്കാൻ. ആ കുടി കുടിക്ക്. മൊയ്തുക്ക, ബക്കറ്റിൽ വെള്ളം നിറച്ചേക്ക്. കരീംക്ക ഞങ്ങളവിടെ ഉണ്ടാവും. നടന്നോ, ഞാൻ വരാം. ആ പിന്നെ പറ്റില്ലേട്ടോ. എന്റെ പറ്റിക്കൽ ഇനി നിന്നിട്ടില്ലല്ലേ. ബാപ്പുക്ക പതുക്കെ. എവിടെ മതി. ഒരു കണക്കിന് കൊണ്ടെന്ന് നന്നായി. ആശുപത്രിയിലെ ബില്ല് താങ്ങണ്ടല്ലോ. പാവപ്പെട്ടവരാണെങ്കിലും പണത്തിന് അതന്നെ വേണല്ലോ. ബാപ്പു അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഞമ്മളൊക്കെ ഇവിടെ നോക്കിയാ കാണുന്നിടത്തുണ്ടാവും. ഓളെ ഔത്തോണ്ടേ കടത്തിയില്ലേ. മൻസൂറെ, കുഞ്ഞോളെ കല്യാണത്തിന് കൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് രണ്ടാക്കും പടച്ചോൻ തന്നില്ല. എന്നാലും ഞങ്ങളെ മനസ്സ് അവിടെ ഉണ്ടാവും. ചെറിയൊരു ചടങ്ങാണ്. ബാപ്പ അങ്ങനെ കിടക്കുമ്പോ എന്ത് കല്യാണ. ബാപ്പാക്ക് തീരെ സുഖമില്ലാത്തല്ലേ, അതാ വേഗം നടത്തണത്. പിന്നെ നിങ്ങളൊക്കെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ എന്നാ പിന്നെ ഞമ്മള് പോയി അതൊക്കെ ഒന്ന് ഏർപ്പാടാക്കട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജലീലിനെ പറഞ്ഞയക്കാൻ മടിക്കണ്ട. ബാ സുരേഷേ, ഞമ്മക്ക് പോവാ. ഞങ്ങളങ്ങോട്ട് പോട്ടെ. പിന്നെ മൻസൂറേ, ഈ ബേ ഒന്ന് അങ്ങോട്ട് വരണം. ഒരുപാട് ഒരുക്കാണല്ലേ. ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഓളൊന്ന് കാണട്ടെ. കുഞ്ഞോളിറങ്ങണ കാണാൻ ഇന്നൊറ്റക്കാക്കിയില്ലേ. എവിടെ കുഞ്ഞോളെ? ഇതെന്തേ കാക്ക? അന്റെ കല്യാണത്തിന് ഇപ്പാനെ പുറത്തേക്ക് കൊണ്ടുവരാൻ എന്റെ ചെങ്ങായി തന്നതാ. എന്റെ ഇക്കാക്കാനെ കുട്ടിനെ കാണാം നല്ല മൊഞ്ചായിക്കും. എന്താ മോനെ ഇത്? ഇതിന്റെ ഒരു ചെങ്ങായി സംഘടിപ്പിച്ചു തന്നതാ. ഉപ്പാക്ക് ഞങ്ങളെ കുഞ്ഞോളെ കല്യാണം കാണാം. അങ്ങനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവാ. മാർക്കറ്റിന് എല്ലാരും വന്നോ? കുറച്ച് ആൾക്കാരൊക്കെ വന്നിക്കണ്. ഒരു ലോഡ് പെട്ടെന്ന് വന്നിക്കണ്. അത് ഇറക്കിട്ട് എല്ലാരും വരും. എല്ലാരും കൂടി ഉപ്പാനെ ഇതിക്കൊന്ന് പിടിച്ചു തരുമോ? ശ്രദ്ധിക്കേ. പതുക്കെ മെല്ലെ.
ഇപ്പൊ മെല്ലെ. മെല്ലെ ഇരുന്നു കാല് കാല് മെല്ലെ തള്ളിയാ മതി. വലൈക്കും അസ്സലാം. സുഖം തന്നെയല്ലേ? ഇതല്ല നമ്മള് അവിടെ ഉണ്ട്. കൊണ്ട് ഞാൻ എന്താപ്പാ 7 മാസായിട്ട് ആദ്യമായിട്ടാ ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണത്. അതും നമ്മളെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ. എന്റെ കുട്ടിന്റെ കല്യാണം കാണാൻ പോലും എനിക്ക് വിധിയുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനത്തെ എനിക്ക് ഓളെ മെഹർ സ്വീകരിക്കാനും പറ്റി. എന്റെ മോന് പഠിച്ചോൺ തൊണുണ്ടാവും. ഈ കോലത്തിലൊക്കെ ചെയ്യണ അല്ലാതെ പിന്നെ ആരാ പഠിച്ചോൺ സഹായിക്കാൻ? നിനക്കും വേണ്ടി എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ. പെട്ടി ഇങ്ങോട്ട് എടുക്ക്. അതൊന്ന് തുറക്ക്. ഇത് കുഞ്ഞോളമ്മ, കുഞ്ഞോള. ഇത് മരിച്ചുപോയ എന്റെ മോൻ ആഷിഖ്. ഇന്ന സ്ഥാനത്താണ് ഞാൻ എന്നെ കാണുന്നത്. കുഞ്ഞോളമ്മ മരിക്കാൻ നേരത്ത് ഓളെ കഴുത്തിലുണ്ടായിരുന്ന മെഹർമാലയും വളയാണിത്. ഈ പരന്റെയും പറമ്പിന്റെയും ആധാരാത്. ഇതൊന്നും പ്രതീക്ഷിച്ചല്ലോ ഞാനിതൊക്കെ ചെയ്ത്. അല്ല, നീ ഇത് കൊടുക്കണം. എന്റെ മോന്റെ മകനായിട്ട്
നമുക്ക് കൊടുക്കണം. മോനെ, എനിക്ക് എന്ത് സംഭവിച്ചാലും കുഞ്ഞോളെ സന്തോഷത്തോടെ നീ പറഞ്ഞേക്കണം. ഈ സമയത്ത് ഓളെ കണ്ണ് കലക്കരുത്. അതുകൂടി നിന്റെ മോൾ നോക്കൂലേ? അല്ലാ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഞ്ഞോളെ സന്തോഷത്തോടെ നീ പറഞ്ഞേക്കണം. അഴകുള്ളോളെ സുന്ദരിയാളെ മുഞ്ചു കാട്ടി മാറന്റെ കൽബ് കവർന്നവളെ നീലവാനിൽ താരകൾ അഴകിൽ മിന്നുമ്പോ പുഞ്ചിരി പൂച്ചൂടിയൻ അരികിൽ വന്നില്ലേ സ്വർഗലോക റാണിയായി നീ വരുന്നതും കാത്തിരുന്ന നാളിന്ന് ചാരെ വന്നില്ലേ അഴകുള്ളോളെ സുന്ദരിയാളെ മുഞ്ചു കാട്ടി മാറന്റെ കൽബ് കവർന്നവളെ ആ
കൽവിൻ തേങ്ങലേ എന്നും നിന്റെ ആശയെല്ലാം പൂവണിഞ്ഞിടാൻ യാത്രയാക്കാം നിന്നെ ഞാനിൻ കൽവിൻ തേങ്ങലേ മാരിവില്ലിന്നഴകുള്ളോളെ സുന്ദരിയാളേ മുഞ്ചു കാട്ടിമാരൻ്റെ കൽബ് കവർന്നവളേ എനിക്ക് കഴിയണില്ല. ഞാനും കുഞ്ഞോളെ കല്യാണം ഞാൻ നടത്തിക്കണ്. എനിക്ക് കഴിയണില്ലപ്പാ. ഞങ്ങളെ വിട്ടു പോയി. അജയരെ കുളിപ്പിക്കാൻ എടുക്കല്ലേ? ആ എന്തേ? നേരെ ഏതാണ്ടായി. ആ ഓരോരോടും ഒന്ന് ചോദിച്ചളി. ആയിക്കോട്ടെ. മോനെ സലീമേ, കുളിപ്പിക്കാൻ എടുക്കല്ലേ? വെള്ളക്കുപ്പായിട്ടിരുന്നില്ല ഇക്കാര്യം കൈപിടിച്ചു തന്ന ആ മനുഷ്യൻ വെള്ളയിൽ പൊതിഞ്ഞു കിടക്കുന്നത് ഞാൻ കാണേണ്ട മോനെ, അതാണ് പഠിച്ചോൻ. ഓന്റെ വിധി നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ. അതെങ്ങനെ എവിടുന്ന് വരാം? അല്ല മൊയ്തുക്ക? അല്ലാ, കുഞ്ഞോനെ കുഞ്ഞോനെ എണീക്ക്. എണീക്ക്. കരയല്ലേ? വാ, നമുക്ക് വീട്ടിൽ പോവാം. നടക്ക്. അങ്ങോട്ട് നടക്ക്.
മോനെ നമുക്ക് വീട്ടിലേക്ക് പോവാ. ഇല്ലമ്മ, എനിക്കിപ്പോ വരാൻ പറ്റൂല. ഇനി ചിലത് ബാക്കിയുണ്ട്. അതൊക്കെ ഞാൻ അമ്മാനോട് പറഞ്ഞേക്കണേ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. വാ മോനെ. ഈ വണ്ടി കയറി. മോനെ, അൻ്റെ മുമ്പ് എന്നെ ചോദിച്ച് കരയാത്ത ദിവസങ്ങളില്ല. ഞാനും ഷബീറും അന്നെ തരയാത്ത സ്ഥലങ്ങളുമില്ല. വാ കേറ്, എല്ലാം നമുക്ക് ശരിയാക്കാം. വാ കേറ് 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 മോനെ. കേറ് മോനെ. ഒക്കെ നമുക്ക് കേറ്. ശരിയാക്കാം. വാ. കേറ് മോനെ. ഇജ്ജ് പോകാനാണ്. പോയി വരും. അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. സലീമ, ജീവിതം എന്ന് പറയണത് ഇതൊക്കെയാണ്. പടച്ചോ നടത്താൻ വിചാരിച്ചത് പടപ്പോക്ക് തടുക്കാൻ പറ്റില്ലല്ലോ. സഹിച്ചേ പറ്റൂ. ഒന്നോർത്ത് ഈ വിഷമിക്കണ്ട. കുഞ്ഞോളെ ജീവിതം ഞാൻ എൻ്റെ അടുത്താണ്. ഓളെ ഈ പൊന്നുപോലെ നോക്കണം. കുഞ്ഞോളെ, ഉപ്പ പോയി, ഇനി കകിനെ വിട്ട് പോവാണോ? കുഞ്ഞോളെ, നിങ്ങളെ വിട്ട് എനിക്ക് പോവാൻ പറ്റുമോ? ഞാൻ ഈ ലോകത്തല്ലേ, ഞാൻ പോയി വരും. നിങ്ങൾക്കല്ലേ എനിക്ക് സ്നേഹം തന്നത്. കൊണ്ട, ഞാൻ വിളിക്കാം. വിളിച്ചത് പെറ്റുമ്മയായി പോയില്ലേ? പോകാതിരിക്കാൻ പറ്റൂലല്ലോ. ഞങ്ങൾ നാളെ മടങ്ങും. നിങ്ങൾ അങ്ങോട്ട് വരണം. നിങ്ങളല്ലേ ഇനി അങ്ങോട്ട് വരാനുള്ളൂ. മരിക്കാൻ നേരത്ത് ഇപ്പം ഏൽപ്പിച്ചതാ ആ വലിയ മനുഷ്യന്റെ വിയർപ്പ്. ഇത് നിങ്ങൾ സൂക്ഷിക്കണം. ഇതിനി നിങ്ങൾക്കുള്ളതാ. ഞാൻ പോവാ. വാ പോവാം. വാ പോകാം. കഴിഞ്ഞിട്ടില്ല, ഇനിയും ചിലത് ബാക്കിയുണ്ട്. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഈ വാ, വന്ന് വണ്ടി കയറ്. എനിക്ക് ഓളെന്ന് കാണണം. ഞാനൊന്ന് കാണട്ടെ. സെലിയ, പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി.
മാപ്പാക്കണം, ഇജിന്നോട് പൊറുക്കണം. ഞാൻ ഇവിടെ ഇരിക്കാം, നിങ്ങൾ പോയി വരും. ഞാൻ പോയി വരാം. മൻസൂറേ, ഞങ്ങൾ അവളൊന്ന് കാണട്ടെ. മൻസൂർ പാവം സ്നേഹിക്കാൻ മാത്രമേ ഓനറിയൂ. ഞാനുള്ളൊരുക്കി പഠിച്ചോനോട് തേടുണ്ട്. അന്റെ സൂക്കേട് മാറാൻ ഒക്കെ മാറും. എല്ലാം തകർന്നവന്റെ പ്രാർത്ഥന അടച്ചോ കേൾക്കാതിരിക്കൂല. ശരി, മൻസൂറെ ഓർക്കടാ. സാരല്ല, സെലിയെ ഈ ചോദിക്കലല്ലേ എന്നാ എന്റെ ഉമ്മാന്റെ അടുത്തേക്ക് കൊണ്ടുപോവാന്ന്. ദാ ആ ഉമ്മാനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിക്കണ്. ഒക്കെ ഓനോട് പറഞ്ഞേക്കണ്. ഇപ്പൊ ഓനെ ഞാൻ കൊണ്ടുപോകുക. പക്ഷെ വൈകാതെ ഞങ്ങൾ തിരിച്ചു വരും, എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. ഇത് എന്റെ മൻസൂറിന്റെ ഉമ്മ തരുന്ന വാക്ക. സെലിയെ, ഞാൻ വരും. കാച്ചിയ പാല് കുടിക്കാനും ഒഴുകിയ മുട്ട തിന്നാനും ഞാൻ വരും. ഓളെ ഇങ്ങനെ കിടത്തിയാ മതിയോ? ഞങ്ങൾക്ക് വേണം ഓളെ, മരുമോളായിട്ടല്ല, സ്വന്തം മോളായിട്ട് തന്നെ. ബാപ്പുക്ക, സർക്കസ് ഒന്നും ഇനി വേണ്ട. രണ്ടാളും മരുന്നൊക്കെ ശരിക്ക് കുടിക്കണം. ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. അതുവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ജലീലെ എപ്പോഴും അടുത്തന്നെ വേണം. കരീംക്ക, ആലിക്ക, മൊയ്തുക്ക, നിങ്ങളൊക്കെ അടുത്ത് വേണം. മുരളി, ഇനി വെള്ളടിച്ച് സുമതിയച്ഛനും കുട്ടികളെയൊന്നും തല്ലരുതിട്ടോ. അതാടാ സ്നേഹം. ഏത് അന്യരായാലും രക്തബന്ധങ്ങളെക്കാളും വില ചിലപ്പോ സ്നേഹബന്ധങ്ങൾക്കാ. ഒരു സുപ്രഭാതത്തിൽ അറുത്തു മാറ്റാവുന്നതല്ല സ്നേഹം. അത്തരത്തിലുള്ള സ്നേഹം ചിലപ്പോ മനുഷ്യന്മാർക്ക് മുറിവായി തീരും. ശരി, എല്ലാരോടും സുരേഷ്, ഞാൻ പോയി വരാം. പോട്ടടാ. സാരല്ലടാ, അതൊന്നും ഓർത്തിനി ഈ പണിക്ക് പോകാതെ കണ്ട. ഇല്ലടാ, എന്നാലും ഞങ്ങൾ കൽവിലെ മുറിവുകൾ, മുറിവുകൾ, കൽവിലെ മുറിവുകൾ, മുറിവുകൾ.
മണിമാരൻ